ടെൻഷനുണ്ടോ? ഇങ്ങനെ പറയരുത്, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ അൽഫോൺസിനെ വർക്ക് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അൽഫോൺസ് ഒരു നേഴ്സാണ്. എവിടെയാണ്? ജപ്പാനിൽ നിന്നാണ്. ഓക്കെ, അടിപൊളി. അൽഫോൺസിനെ എവിടെയാണ് കല്യാണം കഴിപ്പിക്കുന്നത്? ചെങ്ങന്നൂർ. സ്വന്തം വീട്? ഇടുക്കിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണല്ലോ. രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 4:30 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ അൽഫോൺസിക്ക് നമ്മളൊരു എയർ ബ്രഷ് മേക്കപ്പാണ് ഇന്ന് ചെയ്യുന്നത്. എന്നോട് എൻക്വയറീസിന് വരുന്ന മിക്ക ബ്രൈഡ്സും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്, ചേച്ചി HD ആണോ അതോ എയർ ബ്രഷ് ആണോ നല്ലത്, അതോ എയർ ബ്രഷ് ആണോ HD ആണോ നല്ലത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് ആഗ്രഹിക്കുന്നത്, ഒരു ഇന്നർ ഗ്ലോ ഉള്ളൊരു മേക്കപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോഴും ഗോ ഫോർ എയർ ബ്രഷ് എന്നാണ് ഞാൻ പറയുന്നത്. എയർ ബ്രഷിന് കുറച്ചുകൂടി ഒരു റിയൽ സ്കിൻ ഫീൽ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഗ്ലോയിങ് കൂടുതലായിരിക്കും. അപ്പോൾ എയർ ബ്രഷാണ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേക്കപ്പും കേട്ടോ. അപ്പോൾ എയർ ബ്രഷിന് അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എയർ ബ്രഷ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞ് വരും തോറും അൽഫോൺസിക്ക് ഒരു മോഡൽ ഫീച്ചേഴ്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അൽഫോൺസെ ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മോഡൽ ഫീൽ എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഡെഫിനറ്റ്ലി ഒരു മോഡൽ ലുക്കിലേക്ക് അൽഫോൺസ് ആവുന്നുണ്ട്. അപ്പോൾ അൽഫോൺസിൻ്റെ ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിൽ നമ്മൾ ടോങ്സ് ഒക്കെ കൊടുത്ത് ഒരുപാട് ഹെയർ പ്രിപ്പറേഷൻസ് ഉണ്ട് കേട്ടോ. അതിനെല്ലാം ശേഷമാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ദേ ഒരു നല്ല രസമായിട്ടുള്ളൊരു പെറ്റൽ ഹെയർ സ്റ്റൈലാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത്. ലൈൻസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അൽഫോൺസയുടെ ഒരു കളേർഡ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേ ഒരു ബ്രൈഡഡ് ഹെയർ സ്റ്റൈലാണ് നമ്മൾ കൊടുക്കുന്നത്. സൈഡൊക്കെ നമ്മൾ ബ്രൈഡ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. എപ്പോഴും മേക്കപ്പിനെക്കാട്ടിലും തന്നെ നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഹെയർ സ്റ്റൈലിങ്. അത് അത്യാവശ്യം നല്ല വോളിയമുള്ള ഹെയർ ആണെങ്കിൽ പറയുകയും വേണ്ട. നമുക്ക് ആ ഹെയറൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നല്ല ടൈം എടുക്കുന്ന പരിപാടി. ഏകദേശം 2 hours എടുക്കും നല്ല രീതിയിൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് മിനുക്ക് പണികളുണ്ട് കേട്ടോ. നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് തോന്നും അവിടെ ഒരു മുടി പൊങ്ങിയിരിപ്പുണ്ട്, ഇവിടെ ഒരു മുടി പൊങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ യൂസ് ചെയ്ത് എല്ലാം ശരിയാക്കി ആ കേൾസ് എല്ലാം നേരെ ഇടുമ്പോഴാണ് ആ റിയൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇതേ നല്ല ഹാപ്പി ആയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതോടൊപ്പം നമ്മളൊരു ഗ്ലാസ് സ്കിൻ മേക്കപ്പും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും മുഖത്ത് ആ പളവള ഗ്ലോ കണ്ടോ. ആ ഒരു ഗ്ലോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഹൈലൈറ്ററൊക്കെ ഇട്ടിട്ട് പുറമേ നിന്നുള്ളൊരു ഗ്ലോ അല്ല, അതൊരു ഇന്നർ ഗ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു മേക്കപ്പിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. സൂപ്പർ. താങ്ക് യു. ഹെയർ സ്റ്റൈൽ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷേനേക്കാളൊക്കെ ഒത്തിരി ഇഷ്ടമായി. പിന്നെ അയ്യോ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യണ്ടോന്നല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ഹാപ്പി ബ്രൈഡ് അൽഫോൺസ് അതേ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അടുത്ത് വരുന്ന ബ്രൈഡ്സ് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ചേച്ചി നമുക്ക് ഈ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒന്ന് ട്രയൽ തരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അത് ഒട്ടും അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ. അത് ആ ഒരു ഔട്ട് നമ്മൾ ട്രയൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അത് മാത്രമല്ല അത് നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ട്രയലിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാത്തത്. ടെൻഷനുണ്ടോ? ഇങ്ങനെ പറയരുത്, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ ചേച്ചേ? ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ? ചേച്ചി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സുന്ദരിയായോന്ന് പറഞ്ഞേ. ഇതെന്റെ ചേച്ചി അല്ലാതെ ചേച്ചി ഇതെന്റെ ചേച്ചി അല്ലാതൊക്കെ അല്ലേ? ഇത്രയും സാധനം ഉണ്ടോ മേക്കപ്പിന്? അതാരാ? സുന്ദരിയാണോ? ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടമായോ? 3 star. Yes.